കണ്ണൂർ സിറ്റി സ്നേഹതീരം പിരിശക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഖുർആൻ പാരായണ ഫലപ്രഖ്യാപനവും സമ്മാനദാന ചടങ്ങും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് സിറ്റി സ്കൂളിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മയാണ് സിറ്റി സ്നേഹതീരവും അതിന്റെ വനിതാ വിഭാഗമായ പിരിശക്കൂട്ടവും. വളരെ വിപുലമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ വഴി നടക്കുന്നതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയകൾ അത് ഗുണപരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുറ്റകൃത്യങ്ങളും അത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. തുടക്കം ആ രീതിയിൽ മാറിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് ഒരു നവമാധ്യമ കൂട്ടായ്മ ഇവിടെ തീർത്തും വ്യത്യസ്തമായ ഇതിലെ മെമ്പർമാരുടെ ഗുണപരമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കലാപരമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവസരം ഒരുക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പരിശുദ്ധ റമദാനോടനുബന്ധിച്ച് വളരെ പ്രസിദ്ധമായ ഖുർആൻ പാരായണ മത്സരം. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തെ അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ ഒരു പാരായണ മത്സരം നടത്തുകയും അതിൻ്റെ സമ്മാനദാനങ്ങളൊക്കെ നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവമാധ്യമ കൂട്ടായ്മകൾക്ക് ഈ കൂട്ടായ്മ വലിയ മാതൃകയാണ്. പിരിശക്കൂട്ടം വലിയ മാതൃകയാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഒരു ഇലക്ഷന് നേരിടുന്ന പുറത്താണുള്ളത്. വരുന്ന വെള്ളിയാഴ്ച ആയാൽ നമ്മളൊക്കെ വോട്ടിങ്ങിലൂടെ വോട്ട് ചെയ്യേണ്ട സമയമെത്തുകയാണ്. ഇവിടെ ഓരോ പൗരന്റെയും അവകാശമാണ് വോട്ട് എന്നുള്ളത്. സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കും, നമ്മൾ വോട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് വലിയ ഗുണമൊന്നുമില്ല എന്ന രീതിയിൽ എല്ലാവരും മുഖത്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഓരോ പൗരന്റെയും അവകാശമാണ് വോട്ടവകാശം. അവനെ എന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ആർക്കെതിരെയാണ് പ്രതിഷേധമുള്ളത്, ആ പ്രതിഷേധിക്കാൻ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഏക മാർഗമാണ് വോട്ടവകാശം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു അവകാശമാണ്, നമ്മൾ വിനിയോഗിക്കേണ്ട ഒരു അവകാശമാണ് നമ്മുടെ വോട്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് വളരെ സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ? വീണ്ടും ഇവിടെ സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം ഏകാധിപത്യത്തിലേക്ക് പോകുന്ന രീതിയിൽ ഒരു രാജ്യം ഒരു വോട്ട് എന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തിന്റെ ഭാഗമായി പാർലമെന്റ് നിയമങ്ങളൊക്കെ അതിന്റെ കരടൊക്കെ പാസ്സായി കഴിഞ്ഞു. അതോടൊപ്പം രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ കരിവാരി തേക്കുന്നതിനും അവരെ ഭീതിയിലാക്കുന്നതിനുമുള്ള ഒരുപാട് നിയമങ്ങൾ ഒരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഇവിടെ നമ്മുടെ ജനാധിപത്യം പുലരാൻ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വീണ്ടെടുപ്പിന്, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇവിടെ ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ഒരു വലിയ സംവിധാനം തന്നെ, വലിയ ഒരു കൂട്ടായ്മ തന്നെ പ്രവർത്തിച്ചിരുന്നു. നമുക്കറിയാം, നമ്മൾ വോട്ടുകൾ വിനിയോഗിക്കുമ്പോൾ ഈ മുന്നണിയെ നയിക്കേണ്ടവർ, നമ്മൾ ചെയ്യുന്നവർ ആർക്കാണ് വോട്ട് ചെയ്താൽ അത് ഗുണപരമായി ലഭിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമ്മതിദാന അവകാശം വളരെ കൃത്യതയോടെ, വളരെ സമചിത്തതയോടെ, വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഖുർആൻ പാരായണ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനം ലഭിച്ച ഷഹീദ ഇക്ബാൽ, ആയിഷ നൌഷാദ്, ഖദീജ വി എന്നിവർക്ക് മേയർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ, UDF സ്ഥാനാർത്ഥി K സുധാകരൻ, ഡോക്ടർ ശിവദാസൻ MP തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി.
പിരിശക്കൂട്ടം അഡ്മിന്മാരായ ഷജീന ഫൈസൽ, ഖൈറുനീസ ജബ്ബാർ, തനൂജ ഹാറൂൻ, ആയിക്കര ഡിവിഷൻ കൗൺസിലർ KM സാബിറ ടീച്ചർ, CPM കണ്ണൂർ സിറ്റി ലോക്കൽ സെക്രട്ടറി ഷഹറാസ്, സിറ്റി സ്നേഹതീരം അഡ്മിൻ CM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈം 21 കണ്ണൂർ. കണ്ണൂരിന്റെ കണ്ണ് തള്ളും.